ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റജിനാസ് മെൻഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇരിക്കുന്ന വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോവാം. ഇതവിടെ ഒരു തോടുണ്ട് ഗൈസ്, കണ്ടോ? അതിൻ്റെ ഫുൾ അപ്പുറത്ത് ഫുൾ വെള്ളമായി. ഇത് പുളിമരം, ഇത് ചക്കമരം. പുളി സീസൺ ആകുമ്പോൾ പുളി വരും, 1-2 ഒക്കെ കിട്ടുള്ളൂ. ചക്കമരം, പിന്നെ ഇത് തേക്ക് മരം. അങ്ങനെ ഇവിടെ കുറേ ഗ്രോ ബാഗ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊക്കെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ചെടീസാണ് ഉള്ളത്. മേലാരും കയറി വരാറില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കാഴ്ച. മേലെ കയറിയപ്പോൾ ഒരു സീനറി കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പുറത്തൊക്കെ ഫുൾ വീടുകളുണ്ട്. ഫോട്ടോഷൂട്ടിലേക്ക് ബെസ്റ്റ് സ്ഥലമാണ്. അതെ, കാടുണ്ട്, തോടുണ്ട്, പിന്നെന്തൊക്കെ ഉണ്ട് സന. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളുമായിട്ട് ഒരേ ഒരു ചോദ്യം മാത്രം പങ്കുവെക്കാനാണുള്ളത്. ആരും ഒന്ന് സ്ക്രോൾ ചെയ്യണ്ട, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് പിന്നെ നെക്സ്റ്റ് നോക്കിക്കോളൂ. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒളിമ്പിക്സ് കഴിഞ്ഞു സ്ഥലം കഴിഞ്ഞില്ലേ? നമ്മുടെ ഒളിമ്പിക്സ് കഴിഞ്ഞു അല്ലേ? പാരീസിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഒളിമ്പിക്സ് നടന്നത് അല്ലേ? അപ്പം എല്ലാവരും ഗോൾഡ് കിട്ടിയോ എന്നല്ലേ ചോദിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ സ്കൂൾ ലെവൽ തൊട്ട്, അതായത് KG സെക്ഷൻ തൊട്ട് PT ഒരു പീരീഡേ തരുന്നുള്ളൂ. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പീരീഡ് അല്ല സന? നിങ്ങൾക്ക് അങ്ങനെയല്ലേ? PT ആഴ്ചയിൽ ഒരു ദിവസം ഒരു പീരീഡ് PTക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പോർട്സിന് പ്രാധാന്യം, നമ്മൾ സ്കൂൾ ലെവലാണെങ്കിലും എവിടെ നോക്കിയാലും സ്പോർട്സിൻ്റെ പ്രാധാന്യം, അതായത് നമുക്കൊരു കഴിവ് വളർത്തണമെങ്കിൽ ചെറുപ്പം തൊട്ടേ വളർത്തി കൊണ്ടുവന്നാലേ കഴിവ് വളരുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കൂളിലായാലും ഒരു പീരീഡ് മാത്രമേ എന്തുള്ളൂ? PT ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഒളിമ്പിക്സിൽ എത്തണം, ഗോൾഡ് വാങ്ങിക്കണം പറഞ്ഞാൽ അത് നടക്കില്ല, സാധ്യം അല്ല. അതുകൊണ്ട് അതായത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയണത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അതായത് നമ്മളുടെ KG തൊട്ടന്നെ സ്കൂൾ ലെവലിൽ സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികളുടെ കഴിവ്, സ്പോർട്സ് പരമായിട്ടുള്ള കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻസിലൂടെ അറിയിക്കും. ഓക്കെ, താങ്ക് യു.